be looking at project scheduling and risk management. Project scheduling. അപ്പം പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് പറഞ്ഞാൽ എന്താണ്? പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രോജക്റ്റ് പ്ലാനിംഗ് ആക്ടിവിറ്റിയാണ്. It comprises deciding which functions would be taken up when. അപ്പോൾ ഫങ്ഷൻസ് ഏത് സമയത്താണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന സംഭവമാണ് പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ്. ടു ഷെഡ്യൂൾ ദ പ്രോജക്റ്റ് പ്ലാൻ സോഫ്റ്റ്വെയർ മാനേജർ വാണ്ട്സ് ടു ഡു ദ ഫോളോയിങ്. അപ്പം പ്രോജക്റ്റിനെ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് ബൈ ദ പ്രോജക്റ്റ് മാനേജർ. ഐഡൻറ്റിഫൈ ഓൾ ദ ഫങ്ഷൻസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ലാർജ് ഫങ്ഷൻസിനെ സ്മോൾ ആക്ടിവിറ്റീസിലേക്ക് ഡീകമ്പോസ് ചെയ്യണം, ബ്രേക്ക് ഡൗൺ ചെയ്യണം. എല്ലാ വേരിയസ് ആക്ടിവിറ്റീസ് തമ്മിലുള്ള ഡിപ്പെൻഡൻസി ഡിറ്റർമൈൻ ചെയ്യണം. Establish the most likely size for the time duration you require to complete the activities. അപ്പം ടൈം ഡ്യൂറേഷൻ, ആക്ടിവിറ്റീസിന് എത്ര സമയം എടുക്കൽ, അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ ആക്ടിവിറ്റീസിന് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം. പ്ലാൻ ദ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഡേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പം അത് കമൻസ് ചെയ്യുന്നതും അതിൻ്റെ ഡെഡ് ലൈനും അതെല്ലാം പ്ലാൻ ചെയ്യണം. ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമൈൻ ചെയ്യണം. Critical way is a group of activities that decide the duration of the project. അപ്പം ക്രിട്ടിക്കൽ വേ പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്, അത് ഡിസൈഡ് ചെയ്യുന്നുണ്ട് ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഡിസൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വേ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത്. The first method in scheduling a software plan involves identifying all the functions required to complete the project. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞാൽ ഏതെല്ലാം ഫങ്ഷൻസ് ആണ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ യൂസ് ചെയ്യുന്നത് അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. A good judgment of the intricacies of the project and development process helps the supervisor to identify the critical role of the project effectively. നമ്മളൊരു ഗുഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഉണ്ടാക്കണം. The large functions are broken down into a varied set of small activities which would be assigned to various engineers. അപ്പോൾ ലാർജ് ഫങ്ഷൻസിന് നമ്മൾ സ്മോൾ ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഓരോ എഞ്ചിനീയർമാർക്കും കൊടുക്കുന്നുണ്ട്, അസൈൻ ചെയ്യുന്നുണ്ട്. The work breakdown structure formalism supports the manager to break down the functions systematically after the project manager has broken down the purpose and constructs the work breakdown structure. He has to find the dependency among the activities. Activities തമ്മിലുള്ള ഡിപ്പെൻഡൻസി കണ്ടുപിടിക്കണം. Dependency among the various activity determines the order in which the various events would be carried out. അപ്പം ഡിപ്പെൻഡൻസി ഉപയോഗിച്ചിട്ട് നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും, ഏത് ഓർഡറിലാണ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് എന്നുള്ള ഓർഡർ ഡിപ്പെൻഡൻസി ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. If an activity A necessary the results of another activity B, then activity A must be scheduled after activity B. അപ്പം എ പറഞ്ഞ ആക്ടിവിറ്റി ബി പറഞ്ഞ ആക്ടിവിറ്റിനേക്കാളും മുമ്പ് വരണമെങ്കിൽ ആക്ടിവിറ്റി എ മസ്റ്റ് ബി ഷെഡ്യൂൾഡ് ആഫ്റ്റർ ആക്ടിവിറ്റി ബി. ആക്ടിവിറ്റി ബി ചെയ്ത ശേഷം ആക്ടിവിറ്റി എ ഷെഡ്യൂൾ ചെയ്യണം. ഇൻ ജനറൽ ദ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഡിസ്ക്രൈബ് എ പാർഷ്യൽ ഓർഡറിങ് എമംഗ് ഫങ്ഷൻസ്. അപ്പം ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഒരു പാർഷ്യൽ ഓർഡറിങ് എമംഗ് ഫങ്ഷൻസ്. Each service may precede a subset of other function, but some functions might not have precedence ordering described between them, called concurrent function. അപ്പോൾ ഇതിനെ നമ്മൾ concurrent function എന്ന് പറയുന്നു. The dependency among activities is defined in the pattern of an activity network. അപ്പോൾ ഒരു ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് തമ്മിലുള്ള ഡിപ്പെൻഡൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Once the activity network's representation has been processed out, resources are allowed to each activity. Network representation activity നെറ്റ്വർക്ക് റെപ്രസെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്ത ശേഷം
റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യും. ഓരോ ആക്ടിവിറ്റിക്കും റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യും. റിസോഴ്സ് അലോക്കേഷൻ ഇസ് യൂഷ്വലി ഡൺ യൂസിങ് എ ഗാൺ. റിസോഴ്സ് അലോക്കേഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു ഗാൺ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ്. റിസോഴ്സ് അലോക്കേഷൻ കംപ്ലീറ്റ് ആയ ശേഷം PERT ചാർജ് റെപ്രസെൻറ്റേഷൻ ഈസ് ഡെവലപ്ഡ്. റിസോഴ്സ് അലോക്കേഷൻ ചെയ്ത ശേഷം നമ്മൊരു PERT ചാർട്ട് representation ഡെവലപ്പ് ചെയ്യും. The PERT chart representation is useful for a program monitoring and control. PERT chart representation useful ആണ് for program monitoring and control. പ്രോഗ്രാമിനെ മോണിറ്ററും കൺട്രോൾ ചെയ്യാൻ നമ്മളൊരു PERT chart representation യൂസ് ചെയ്യുന്നുണ്ട്. For task scheduling, the project plans needs to decompose the project functions into a set of activities. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് ഫങ്ഷൻസിൻ്റെ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. The time frame when every activity is to be performed is to be determined. ഏത് ടൈമിലാണ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ടത് അതിൻ്റെ ടൈം ഫ്രെയിം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. The end of every action is called a milestone. ആക്ഷൻ്റെ എൻഡിനെ നമ്മൾ മൈൽസ്റ്റോൺ എന്ന് പറയും. The project manager tracks the functions of a project by auditing the timely completion of the milestone. അപ്പം പ്രോജക്റ്റ് മാനേജർ ഓഡിറ്റിംഗ് ചെയ്ത ശേഷമാണ് ഫങ്ഷൻ ഓഫ് എ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയോ എന്ന് കംപ്ലീറ്റ് ഓഫ് ദ പ്രോജക്റ്റ് ചെയ്തോ എന്ന് ട്രാക്ക് ചെയ്യലും. If he examines the milestones start getting delayed, then he has to handle the activities carefully so that complete deadline can still be met. അപ്പം മൈൽസ്റ്റോൺ ഡിലേ ആവുന്നുണ്ടെങ്കിലും ആക്ടിവിറ്റി കെയർഫുള്ളി ഹാൻഡിൽ ചെയ്താൽ നമുക്ക് ഡെഡ് ലൈനിൻ്റെ മുമ്പ് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. Defining task set for a software project. A number of different process models are already discussed. These models offer different paradigms for software development. Regardless of whether a software team chooses a linear sequential paradigm, an iterative paradigm, evolutionary paradigm, a concurrent paradigm, or some permutation, the process model is populated by the set of tasks that enable a software team to develop, define, and ultimately support computer software. അപ്പം സോഫ്റ്റ്വെയർ ടീം ഒന്നെങ്കിൽ ഒരു സീക്വൻഷ്യൽ പാരഡിം ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇറ്ററേറ്റീവ് പാരഡിം ചൂസ് ചെയ്യാം, എവല്യൂഷണറി പാരഡിം ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൺകറന്റ് പാരഡിം ചൂസ് ചെയ്യാം. It is populated by a set of tasks that enable a software team to define, develop, and ultimately support computer software. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ സപ്പോർട്ട് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഈ ടാസ്ക് സെറ്റ്സ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് അത് സപ്പോർട്ട് ചെയ്യണം. നോ സിംഗിൾ സെറ്റ് ഓഫ് ടാസ്ക് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഓൾ പ്രോജക്ട്സ്. അപ്പം എല്ലാ പ്രോജക്റ്റിനും ഒരു സിംഗിൾ സെറ്റ് ഓഫ് ടാസ്ക് പ്രോപ്പർ അല്ല. The set of tasks that would be appropriate for a large complex system would be likely perceived as an overkill for a small, relatively simple software project. അപ്പം ഒരു ലാർജ് കോംപ്ലക്സ് പ്രോജക്റ്റിനുള്ള ടാസ്കും ഒരു സ്മോൾ പ്രോജക്റ്റിനുള്ള ടാസ്കും വ്യത്യാസമുണ്ട്. അപ്പം സെറ്റ് ഓഫ് ടാസ്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ടാസ്ക് യൂസ് ചെയ്താൽ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ചെറിയ ടാസ്കിന് ചെറിയ സൊല്യൂഷൻ ഉണ്ട്, വലിയ ടാസ്കിന് വേറെ സൊല്യൂഷൻ ഉണ്ട്. Therefore, an effective software process should define a collection of task sets, each designed to meet the needs of different type of project. അപ്പോൾ നമുക്കൊരു effective process define ചെയ്യണം. A collection of task sets, each designed to meet the needs of different type of projects. A task set is a collection of software engineering work tasks, milestones, and deliverables that must be accomplished to complete a particular project. അപ്പോൾ ടാസ്ക് സെറ്റ് പറഞ്ഞാൽ എന്താണ്? collection of software
എഞ്ചിനീയറിംഗ് വർക്ക് ടാസ്ക് മൈൽസ്റ്റോൺസ് ആൻഡ് ഡെലിവറബിൾസ് ഇതിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ടാസ്ക് സെറ്റ് എന്ന് പറയുന്നത്. The task set to be chosen must provide enough discipline to achieve high software quality. Task set to be chosen must provide enough discipline to achieve high software quality. അപ്പം നല്ലൊരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ലൊരു ടാസ്ക് സെറ്റ് ചൂസ് ചെയ്യണം. നല്ലൊരു ടാസ്ക് സെറ്റ് ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് മസ്റ്റ് നോട്ട് ബേർഡൻ ദ പ്രോജക്റ്റ് ടീം വിത്ത് അൺനെസസറി വർക്ക്. പക്ഷേ പ്രോജക്റ്റ് ടീമിന് അൺനെസസറി വർക്ക് ഒഴിവാക്കണം. Task sets are designed to accommodate different types of projects and different degrees of rigor. Although it is difficult to develop a comprehensive taxonomy of software project types, most software organizations encounter the following projects. First one, concept development projects that are initiated to explore some new business concept or application of some new technology. ചില പ്രോജക്ട്സ് എല്ലാം കൺസെപ്റ്റ് ബേസ്ഡ് പ്രോജക്ട്സ് ആയിരിക്കും. കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സ് ആണ് അത്. ദാറ്റ് ആർ ഇനീഷ്യേറ്റഡ് ടു എക്സ്പ്ലോർ സം ന്യൂ ബിസിനസ് കൺസെപ്റ്റ് or application of some new technology. ഏതെങ്കിലും ഒരു ന്യൂ ടെക്നോളജീൻ്റെ application of some new technology, ഏതെങ്കിലും ഒരു ന്യൂ ടെക്നോളജീൻ്റെ application. New application development projects that are undertaken as a consequence of specific customer request. കസ്റ്റമറിൻ്റെ റിക്വസ്റ്റിനെ നമ്മൾ വാല്യൂ ചെയ്യണം. എന്നിട്ട് നമ്മൊരു ന്യൂ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ടാക്കണം കസ്റ്റമറിൻ്റെ റിക്വസ്റ്റിനെ വാല്യൂ ചെയ്തിട്ട്. Application enhancement project that occur when existing software undergoes major modifications to function, performance, or interfaces that are observable by the end user. End user ni observable ആയ function, performance or interface നമ്മ കൊടുക്കണം. Application maintenance projects that correct, adapt or extend existing software in ways that may not be immediately obvious to the end user. Application maintenance projects ഉണ്ട്, അത് immediately obvious to the user ആവാൻ പാടില്ല. അതായത് യൂസറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ പാടില്ല. Re-engineering projects that are undertaken with the extent of rebuilding or existing in whole or in part. Re-engineering projects undertake ചെയ്യുന്നുണ്ട് with the purpose of rebuilding a existing system in whole or in part. ലീഗസി സിസ്റ്റം പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് മുമ്പേ ഇല്ല എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെ റീബിൽഡ് ചെയ്യുന്ന re-engineering projects are undertaken. Even within a single project type, many factors influence the task set to be chosen. ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ടൈപ്പ് ആണെങ്കിലും കുറേ ഫാക്ടേഴ്സ് അതിനെ സ്വാധീനിക്കുന്നുണ്ട്. When taken in combination, these factors provide an indication of degree of rigor with which the software process should be applied. ഇതെല്ലാം കമ്പൈൻ ചെയ്താൽ ഈ ഫാക്ടേഴ്സ് ഒരു ഇൻഡിക്കേഷൻ തരും of the degree of rigor with which the process should be applied. എത്ര ഡിഗ്രി ഓഫ് റിഗർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർ പ്രോസസ്സിന് അപ്ലൈ ചെയ്യാൻ. ഏൺഡ് വാല്യൂ അനാലിസിസ് ഇൻട്രൊഡക്ഷൻ. ഏൺഡ് വാല്യൂ അനാലിസിസ് EVA അതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് മെത്തേഡാണ് ഓഫ് മെഷറിംഗ് എ പ്രോജക്ട്സ് പ്രോഗ്രസ് അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം. ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് മെത്തേഡാണ് ഏൺഡ് വാല്യൂ അനാലിസിസ്. ഫോർകാസ്റ്റിംഗ് ഈസ് കംപ്ലീഷൻ ഡേറ്റ് ആൻഡ് ഫൈനൽ കോസ്റ്റ്. അതായത് എപ്പം കംപ്ലീറ്റ് ആവും, അതിന് ടോട്ടൽ എത്ര കോസ്റ്റ് ആവും, എന്നിട്ട് വേരിയൻസസ് ഇൻ ദ ഷെഡ്യൂൾ ആൻഡ് ബഡ്ജറ്റ് ആസ് ദ പ്രോജക്റ്റ് പ്രൊസീഡ്സ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്.
It compares the planned amount of work which has been completed to determine if the cost, schedule and work are accomplished in progressing in accordance with the plan. അപ്പം planned amount of work complete ആയി, cost, schedule, work accomplished ഇതെല്ലാം earned value analysis നോക്കുന്നുണ്ട്. As work is അപ്പം earned value analysis പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് മെഷറിംഗ് എ പ്രോജക്ട്സ് പ്രോഗ്രസ് ആണ്. അപ്പം ഏൺഡ് വാല്യൂ അനാലിസിസ് ഒരു മാനേജ്മെന്റ് ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആസ് ആൻ ഏർലി വാർണിംഗ് സിസ്റ്റം ടു ഡിറ്റക്ട് ഡെഫിഷ്യൻറ്റ് ഓർ എൻഡേഞ്ചേർഡ് പ്രോഗ്രസ്. അപ്പം ഡെഫിഷ്യൻ്റ് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് പ്രോഗ്രസ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മാനേജ്മെന്റ് ടൂൾ മാതിരി ഏൺഡ് വാല്യൂ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റും. It ensures a clear definition of work prior to beginning of that work. അപ്പോൾ വർക്കിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ഡെഫിനേഷൻ ബിഫോർ സ്റ്റാർട്ടിങ് എനി വർക്ക്. It provides an objective measure of accomplishments and an early and accurate picture of the contract status. അപ്പോൾ അതൊരു ഒബ്ജക്റ്റീവ് മെഷർ ഓഫ് അക്കംപ്ലിഷ്മെന്റ്, എന്തെല്ലാം അക്കംപ്ലിഷ് ചെയ്തു എന്നിട്ട് ഒരു ആക്യുറേറ്റ് പിക്ചർ, കോൺട്രാക്ട് സ്റ്റാറ്റസിൻ്റെ ഒരു ആക്യുറേറ്റ് പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. It can be as simple as tracking an elemental cost estimate breakdown as a design progresses from concept through to 100% construction documents, or it can be calculated and tracked using a series of mathematical formula. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. In either case it provides a basis for course correction. It answers two key questions. അപ്പം അതൊരു ബേസിസ് ഫോർ കോഴ്സ് കറക്ഷൻ ആണ്. അത് രണ്ട് മെയിൻ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കോസ്റ്റ് വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ ഒറിജിനൽ എസ്റ്റിമേറ്റ്. അപ്പോൾ ഒറിജിനൽ എസ്റ്റിമേറ്റിനെക്കാളും കോസ്റ്റ് കൂടുതലാണോ കുറവാണോ അതോ ഈക്വൽ ആണോ എന്ന് ആൻസർ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പ്രോജക്റ്റ് ഡെഡ് ലൈനിൻ്റെ മുമ്പേ കംപ്ലീറ്റ് ആവുമെന്ന് ആൻസർ ചെയ്യും. പ്രോജക്റ്റ് ഡെഡ് ലൈനിൻ്റെ മുമ്പേ കംപ്ലീറ്റ് ആവുമെന്ന് ആൻസർ ചെയ്യും. പിന്നുള്ളത് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, WBS. Earned value analysis works most effectively when it is compartmentalized. അതായത് ഓരോ കമ്പാർട്ട്മെന്റ്സിലും ഡിവൈഡ് ചെയ്യും നമ്മ. When the project is broken down into organized work breakdown structure or WBS. അപ്പോൾ ഓരോ കമ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മ ഡിവൈഡ് ചെയ്യും. The WBS is used as a basic building block for planning of the project. അപ്പം പ്രോജക്റ്റിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് WBS, അതായത് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, വർക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സ്ട്രക്ചർ. ഓരോ വർക്കിനും ബ്രേക്ക് ചെയ്തിട്ട് breakdown structure. It is a product oriented division for project tasks that ensures the entire scope of work is captured and allows for integration of technical, schedule and cost information. It breaks also the work scope into appropriate elements of planning, budgeting, scheduling, cost accounting, work authorization, progress measuring and management control. The two most common WBS systems are the Construction Specification Institute format and the Uni format. അപ്പോൾ രണ്ട് WBSന് രണ്ട് ഫോർമാറ്റ് ഉണ്ട്. ഒന്ന് കൺസ്ട്രക്ഷൻ സ്പെസിഫിക്കേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർമാറ്റ് ഉണ്ട്, മറ്റൊന്ന് യൂണി ഫോർമാറ്റ് ഉണ്ട്. Often at the preliminary stages of design, the Uni format lends a better understanding of the cost centers. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലത്തെ സ്റ്റേജിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് യൂണി ഫോർമാറ്റ് ആണ്.
എന്താ വെച്ചാൽ നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോസ്റ്റ് സെന്റേഴ്സ് കിട്ടും. And at the final bid level of documents often CSI format is used. അപ്പം ഫൈനൽ ബിഡ് ലെവലിൽ നമ്മൾ CSI ഫോർമാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. CSI പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ സ്പെസിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർമാറ്റ്. The indirect costs of design, oversight and management must be included in the WBS to reflect the full budget. ആ കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്യണം. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ഡിസൈൻ, ഓവർസൈറ്റ്, മാനേജ്മെന്റ്, അപ്പം എല്ലാ കോസ്റ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ടു റിഫ്ലക്ട് ദ ഫുൾ ബഡ്ജറ്റ്. ഫുൾ ബഡ്ജറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ഡിസൈൻ, ഓവർസൈറ്റ്, മാനേജ്മെന്റ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം ഫുൾ ബഡ്ജറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. Calculating the earned value. Earned value management measures the progress against a baseline. It involves calculating 3 key values for each activity in the WBS. First one, planned value, PV, formerly known as budgeted cost of work schedule or BCWS. That portion of approved cost estimate planned to be spent on the given activity during a given period. Appam approved cost of the portion planned to be spent on the given activity during a given period. അപ്പം അത് ആ കോസ്റ്റാണ് ആക്ടിവിറ്റിയിൽ സ്പെൻഡ് ചെയ്ത കോസ്റ്റ് എസ്റ്റിമേറ്റ് സ്പെൻഡ് ഓൺ ദ ആക്ടിവിറ്റി ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ്. ഒരു ഗിവൺ പീരിയഡിൽ നമ്മ സ്പെൻഡ് ചെയ്ത കോസ്റ്റ് അത് പ്ലാൻഡ് വാല്യൂ ആണ്, പ്ലാൻ ചെയ്ത വാല്യൂ. പിന്നിലുള്ളത് ആക്ച്വൽ കോസ്റ്റ്, ഫോർമലി നോൺ ആസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് വർക്ക് പെർഫോംഡ് ഓർ ACWP. The total of cost incurred in accomplishing a work on activity in a given period. This actual cost must correspond to whatever was budgeted for the planned value and earned value. All labor, material, equipment and indirect cost, the actual cost. പിന്നുള്ളത് earned value, EV, formerly known as budget cost of work performed or BCWP, the value of work actually completed. അപ്പം വർക്ക് ശരിക്കും കംപ്ലീറ്റ് ആയ വാല്യൂ അതാണ് BCWP. These 3 values are combined to determine at that point in time whether or not work is being accomplished as planned. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ എങ്ങനെ വിചാരിച്ചിനി അതേമാതിരി അത് മുന്നോട്ട് പോയിനോ ഇല്ലയോ എന്ന്. The most commonly used measures are the cost variance. അപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷേഴ്സ് ആണ് കോസ്റ്റ് വേരിയൻസ്. കോസ്റ്റ് വേരിയൻസ് CV is equal to EV minus AC, അതായത് ഏൺഡ് വാല്യൂ മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ഷെഡ്യൂൾ വേരിയൻസ് ഈസ് ഈക്വൽ ടു EV മൈനസ് PV. EV പറഞ്ഞാൽ ഏൺഡ് വാല്യൂ മൈനസ് പ്ലാൻഡ് വാല്യൂ. These two values can be converted to efficiency indicators to reflect the cost and schedule performance of the project. The most commonly used cost efficiency indicator is the cost performance index. It is calculated as CPI is equal to EV by AC. അപ്പം CPI cost performance index is equal to earned value divided by the actual cost. The sum of all individual earned value budgets divided by sum of all individual actual cost is known as cumulative cost performance index. അപ്പോൾ അതിനെ cumulative cost performance index എന്ന് പറയും. Used to forecast the cost to complete a project. അപ്പം ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യും.
The scheduled performance index is calculated as SPI is equal to EV by PV. അപ്പം scheduled performance index കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ earned value by planned value ചെയ്യുന്നുണ്ട്. അപ്പം scheduled performance index എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? earned value by planned value is often used with the cost performance index to forecast overall project completion estimates. A negative schedule variance SV calculated at a given point in time. Negative schedule variance calculated at a given point in time means the project is behind schedule, where the negative cost means the project is over budget. അപ്പം പോസിറ്റീവ് കോസ്റ്റ് ആണെങ്കിൽ negative schedule variance calculated at a given point in time means the project is behind schedule. അപ്പം ഷെഡ്യൂളിൻ്റെ ബിഹൈൻഡ് ആണെന്നത്. നെഗറ്റീവ് കോസ്റ്റ് വേരിയൻസ് CV means the project is over budget. അപ്പം നെഗറ്റീവ് കോസ്റ്റ് വേരിയൻസ് ആണെങ്കിൽ പ്രോജക്റ്റ് ബഡ്ജറ്റിനേക്കാളും കൂടുതലാണ്. ഏൺഡ് വാല്യൂ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ ഏൺഡ് വാല്യൂ മാനേജ്മെന്റ് സിസ്റ്റം മെത്തഡോളജിക്കൽ ആണ്, ഓർഗനൈസ്ഡ് ആണ്, തറോ ആണ് ആൻഡ് കംപ്ലീറ്റ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ആണ്. പിന്നിലത് അത് ബേസ് ലൈൻ ഷെഡ്യൂൾ ആണ്, ബേസ് ലൈൻ ബഡ്ജറ്റ്, ഓർഗനൈസ്ഡ് കൺട്രോൾ അക്കൗണ്ട്സ്, മെഷർമെന്റ് ഓഫ് വർക്ക് ബൈ കൺട്രോൾ അക്കൗണ്ട്. Scheduling the authorized work is no different than in any large construction project. അപ്പം ഓത്തറൈസ്ഡ് വർക്കിനെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് അല്ല. ലാർജ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ ചെയ്യുന്ന സെയിം വേയിൽ തന്നെയാണ് നമ്മൾ ഓത്തറൈസ്ഡ് വർക്ക് ഷെഡ്യൂൾ ചെയ്യുന്നത്. It is a necessary activity for the success of the project. However, in a EVMS, the schedule will integrate all of the technical cost schedule aspects of the work, resulting in the expected sequence of work. Interdependencies are established that result in total work time and reveal the critical path, which is also the shortest project duration. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് യൂസ് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് project duration കണ്ടുപിടിക്കാൻ പറ്റും. Within each task, it is necessary to identify objective interim measures to allow for accurate performance assessment each month. അപ്പം നമുക്ക് accurate performance assessment ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും within each task. A sufficient number of these interim measures will be defined after the detailed schedule is established to ensure the performance is measured as accurately as possible. A time-phased budget baseline at the control account level must also be established and maintained. The assessment of budget to work activities or tasks results in a plan against which an actual performance can be measured. This is referred to as performance measurement baseline. ഇനി പറയുന്ന പേരാണ് പെർഫോമൻസ് മെഷർമെന്റ് ബേസ്ലൈൻ. It should be established as early as possible after notice to proceed has been issued. The PMB includes direct hours dollars, direct material dollars, equipment or any direct cost, and any indirect cost for the agreed scope. The indirect cost associated with the design oversight and management must also be included. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്യണം. ഡിസൈന് ഓവർസൈറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റും അസോസിയേറ്റഡ് വിത്ത് ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. Essentially, the PMB represents a formal plan for the project manager to accomplish all the work required in the time allotted and within the budget provided.
അപ്പം PMP represent ചെയ്യുന്നുണ്ട് formal plan for the project manager to accomplish all the work required in the time allotted and within the budget provided. ANSI 748 also requires on at least a monthly basis generate schedule variants that provide visibility into root causes and establish actions to achieve project completion. അപ്പം അത് വിസിബിലിറ്റി ഉണ്ടാക്കണം. റൂട്ട് കോസസിലേക്ക് വിസിബിലിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷ് ആക്ഷൻസ് ടു അച്ചീവ് പ്രോജക്റ്റ് കംപ്ലീഷൻ, പ്രോജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. The first intent if this criteria is to establish the fact that analysis to remain viable must be accomplished on a regular. അപ്പം the first intent if this criteria is to establish the fact that analysis to remain viable must be accomplished on a regular periodic basis. അപ്പോൾ ഒരു പീരിയോഡിക് ബേസിസിൽ അത് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യണം. The second intent is to foster analysis and identification of root cause and resulting impacts at control account level. The monthly performance report must include the budget earned value and actual cost variance, schedule variance, variance at completion, a variance analysis narrative. Pinning tools and techniques. There are several software packages available which will prepare an earned value analysis. Schedule Maker, Planisware, OPX2, Risk Track, Winsight, Primavera. ഇതെല്ലാം സോഫ്റ്റ്വെയർ പാക്കേജസ് ആണ്. ഏൺഡ് വാല്യൂ അനാലിസിസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജസ് ആണ്. ഇനി നമുക്ക് പ്രോആക്റ്റീവ് വേഴ്സസ് റിയാക്റ്റീവ് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നോക്കാം. For decision making, reactive tends to be frowned upon in the business world. Decision making le reactive എപ്പോഴും നമ്മ ഫ്രോൺ ചെയ്യുന്നുണ്ട്. അതായത് റിയാക്റ്റീവ് അപ്രോച്ച് എടുത്തുകൂടാന്ന് പറഞ്ഞിട്ട് നമ്മ അപ്പോൾ നമുക്ക് പ്രോആക്റ്റീവ് വേഴ്സസ് റിയാക്റ്റീവ് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നോക്കാം. For decision making, reactive tends to be frowned upon in the business world. അപ്പോൾ റിയാക്റ്റീവ് ആർക്കും ഇഷ്ടമല്ല. Proactive is the preferred mode and has been pretty much since the world was coined. അപ്പം എല്ലാവർക്കും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രോആക്റ്റീവ് ആണ്. റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയിൽ പ്രോആക്റ്റീവ് ആണ് മോർ പോപ്പുലർ ദാൻ റിയാക്റ്റീവ്. Proactivity, says Wikipedia, refers to anticipatory, change-oriented and self-initiated behavior in situations. In risk management and elsewhere, proactive risk management entails addressing problems before they start. അപ്പം പ്രോബ്ലംസ് സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പേ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു. In case fire fighting becomes necessary, an extinguisher needs to go here. But what if the extinguisher doesn't work? You have a backup, a contingency plan. Reactivity, on the other hand, involves action in response to something. Reactivity പറഞ്ഞാൽ അത് ആക്ഷൻ ആണ്, to some response to some action. Some includes action in response to something. A fire breaks out, you grab one of the fire extinguishers to call for proactive risk management plan. A proactive versus reactive debate is pitting one approach against the other is therefore counterproductive. If one isn't good while other is bad. For effective risk management, both approaches, reactive risk management and proactive risk management, are not only necessary but critical.
Proactive versus reactive, what is the difference? When we think about risk management, chances are there it's a proactive sort that we are pondering. അപ്പോൾ റിസ്ക് മാനേജിനെ പറ്റി നമ്മൾ തിങ്ക് ചെയ്യുമ്പം നമുക്ക് തോന്നുന്നത് പ്രോആക്റ്റീവ് സോർട്ടാണ് നമ്മൾ നോക്കുന്നത്. Risks are potential threats, not ones that actually pose a danger or hazard. So managing risk entails proactively identifying what might go wrong in the future, considering future risk, and setting in place controls to reduce or prevent any negative impacts, harm or loss that might occur if something did go wrong. Risk management, be it enterprise risk, cybersecurity risk, safety risk or something else, involves these essential activities. ഒന്ന് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, മറ്റൊന്ന് റിസ്ക് അസസ്മെൻറ്റ്, പിന്നുള്ളത് റിസ്ക് ട്രീറ്റ്മെൻറ്റ്, പിന്നുള്ളത് റിസ്ക് മോണിറ്ററിങ്, പിന്നുള്ളത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. These steps might be considered proactive and indeed with their forward-looking vision. They do aim to stop threats before they start. അപ്പോൾ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് എ റിയാക്റ്റീവ് അപ്രോച്ച്, പക്ഷേ ഒരു റിയാക്റ്റീവ് അപ്രോച്ച് പറഞ്ഞാൽ one that tackles threats as they emerge and examines incidents for the root cause to prevent those threats from surfacing again, is just as important to overall risk management strategy as proactive risk management. Proactive risk management is what happens before a risk becomes a threat. Reactive risk management is what happens after risk becomes a threat. In reactive risk management, the process outlined in the proactive devised risk register or risk management plan gets enacted and tested. How well did the response work? അപ്പം proactive risk management എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് ത്രെഡ് ആയ ശേഷം എന്താണ് സംഭവിക്കൽ, ഒരു റിസ്ക് ത്രെഡ് ആയ ശേഷം എന്ത് സംഭവിക്കൽ, അതാണ് proactive risk management. റിയാക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഒരു റിസ്ക് ത്രെഡ് ആയ ശേഷം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കൽ, ആഫ്റ്റർ, അതാണ് റിയാക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ്. പ്രൊആക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ റിസ്ക് ത്രെഡ് ആയ മുമ്പ് എന്ന് സംഭവിക്കൽ. റിയാക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ റിസ്ക് ത്രെഡ് ആയ ശേഷം എന്ന് സംഭവിക്കൽ. How well did the response work? Did it help the enterprise or meet its objectives? What in the risk management approach needs changing? How can this response work better the next time the same or similar threats or incidents occur? Is a different response needed? The answers to these questions can enhance the proactive aspect of your risk management program, strengthening controls already in place and defining new ones that might be needed. What is software risk and software risk management? Risk is an expectation of loss, a potential problem that may or may not occur in the future. അപ്പോൾ റിസ്ക് പറഞ്ഞാൽ ഒരു ലോസിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ്, ഒരു പൊട്ടൻഷ്യൽ പ്രോബ്ലം ആണ്, ദാറ്റ് മേ ഓർ മേ നോട്ട് ഒക്കർ ഇൻ ദ ഫ്യൂച്ചർ. അത് ഫ്യൂച്ചറിൽ ചിലപ്പം സംഭവിക്കാം, ചിലപ്പം സംഭവിക്കാണ്ടിരിക്കാം. ഇറ്റ് ഈസ് ജനറലി കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, കൺട്രോൾ ഓർ ടൈം. A possibility of suffering from loss in software development process is called software risk. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ലോസ് സംഭവിക്കുമ്പോൾ അതിന് നമ്മൾ സോഫ്റ്റ്വെയർ റിസ്ക് എന്ന് പറയും. ലോസ് ക്യാൻ ബി എനിത്തിങ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് പുവർ ക്വാളിറ്റി സോഫ്റ്റ്വെയർ, നോട്ട് ബീങ് ഏബിൾ ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. Software project risk exists because future is uncertain and there are many known and unknown things that can be incorporated in the project. A software risk can be two types. ഒന്ന് internal risk ഉണ്ട്, that are within the control of project manager. Project managerൻ്റെ കൺട്രോളിൽ ഇല്ല റിസ്ക് internal risk എന്ന് പറയും. പ്രോജക്റ്റ് മാനേജറിൻ്റെ കൺട്രോളിൻ്റെ ബിയോണ്ടിലെ റിസ്കിനെ നമുക്ക് പറയുന്ന പേരാണ് external risk. Risk management is carried out to identify the risk കണ്ടുപിടിക്കാൻ, പിന്നെ റിസ്കിനെ കുറക്കാൻ, പിന്നെ അതിൻ്റെ പ്രോബിലിറ്റീനെ കുറക്കാൻ, റിസ്കിൻ്റെ പ്രോബിലിറ്റീനെ കുറക്കാൻ, പിന്നെ റിസ്കിനെ മോണിറ്റർ ചെയ്യുക. A project manager has to deal with risk arising from three possible cases. Knowns are software risks that are actually facts known to the team as well as to the entire project.
For example, not enough number of developers can delay the project delivery. Such risks are described and included in the project management plan. Known unknowns are risks that the project team is aware but it is unknown that each risk exists in the project or not. For example, if the communication with the client is not of good level, then it is not possible to capture the requirement properly. A fact known to the project team, however, whether the client has communicated all the information properly is unknown to the project. പിന്നില്ലതാണ് unknown unknowns are those kind of risks about which the organization has no idea. Such risks are generally related to technology such as working with technology or tools that you have no idea about because your client wants to work with that suddenly exposes you to absolutely unknown risk. Software risk management is all about quantification of risk. This includes giving a precise description of risk event that may occur in the project. അപ്പം പ്രോജക്റ്റിൽ സംഭവിക്കുന്ന ഒരു പ്രിസൈസ് ഡിസ്ക്രിപ്ഷൻ റിസ്ക് ഇവന്റ് പ്രോജക്റ്റിൽ സംഭവിക്കുന്ന റിസ്ക് ഇവന്റിനെ പറ്റിയിട്ടൊരു പ്രിസൈസ് ഡിസ്ക്രിപ്ഷൻ ഡിഫൈനിങ് റിസ്ക് ഫോർ പ്രോബിലിറ്റി ദാറ്റ് വുഡ് എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ ചാൻസസ് ഫോർ ദ റിസ്ക് ടു ഒക്കർ. അപ്പം റിസ്ക് ഒക്കർ ചെയ്യേണ്ട പ്രോബിലിറ്റി ഡിഫൈനിങ് ഹൗ മച്ച് ലോസ് പർട്ടിക്കുലർ റിസ്ക് ആൻഡ് കോസ്. ഈ റിസ്ക് എത്രമാത്രം നഷ്ടം കൊടുക്കാന്ന് ഇല്ലത്. ഡിഫൈൻ ദ ലയബിലിറ്റി പൊട്ടൻഷ്യൽ ഓഫ് റിസ്ക്. അപ്പോൾ റിസ്ക് കാരണം എന്തെല്ലാം ലയബിലിറ്റീസ് സംഭവിക്കാം. റിസ്ക് മാനേജ്മെന്റ് കംപ്രൈസസ് ഓഫ് ഫോളോയിങ് പ്രോസസ്സസ്: software risk identification, software risk analysis, software risk planning, software risk monitoring. ഈ 4 ആണ് റിസ്ക് മാനേജ്മെന്റിന്റെ ടൈപ്സ്. These processes are defined below. Software risk identification. In order to identify the risks that a project may be subjected to, it is important to first study the problem faced by previous project. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ റിസ്ക് ഐഡന്റിഫിക്കേഷൻ. അതിൻ്റെ ബെസ്റ്റ് വേ എന്താണ്? ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക, അതെല്ലാമാണ് അതിൻ്റെ വേസ്. Review the past project history, access the practices being followed in the present project, come with creative ideas for future project. ഇതാണ് സോഫ്റ്റ്വെയർ റിസ്ക് ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ റിസ്ക് ഐഡന്റിഫിക്കേഷൻ. പാസ്റ്റ് പ്രോജക്റ്റ് ഹിസ്റ്ററിനെ പറ്റിയിട്ട് നമ്മൾ ഒരു റിവ്യൂ ഉണ്ടാക്കുക, അതായത് പാസ്റ്റ് പ്രോജക്റ്റിനെ പറ്റിയിട്ടൊരു പ്രീവിയസ് നോളേജ്. ആക്സസ് പ്രാക്ടീസസ് ദാറ്റ് ആർ ഫോളോഡ് ഇൻ ദ പ്രസന്റ് പ്രോജക്റ്റ്. അപ്പം പ്രസന്റ് പ്രോജക്റ്റിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില പ്രാക്ടീസസ്. പിന്നുള്ളത് ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ്, creative and innovative ideas for future projects. In this phase of risk management, you have to define processes that are important for risk identification. All the details of risk such as unique ID, date on which it was identified, description and so on should be clearly mentioned. Software risk analysis. സോഫ്റ്റ്വെയർ റിസ്ക് അനാലിസിസ് വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ. ഈ ഫേസിൽ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യും. റിസ്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യും, ഓരോ കാറ്റഗറിയിലേക്ക് ക്ലാസിഫൈ ചെയ്യും. ആഫ്റ്റർ ദ കാറ്റഗറൈസേഷൻ ഓഫ് റിസ്ക് ദ ലെവൽ ലൈക്ലിഹുഡ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് റിസ്ക് ഇസ് അനലൈസ്ഡ്. അതിൻ്റെ ലൈക്ലിഹുഡും പെർസെൻറ്റേജും ഇമ്പാക്റ്റും അനലൈസ് ചെയ്യും. Likelihood is defined in percentage after examining what are the chances of risk to occur due to various technical conditions. Various technical conditions കാരണം ഉണ്ടാവുന്ന റിസ്ക് നമ്മൾ എക്സാമിൻ ചെയ്യും. These technical conditions can be complexity of the technology. ടെക്നോളജിയിൽ എത്രമാത്രം കോംപ്ലക്സിറ്റി ഉണ്ട്. Technical knowledge possessed by the testing team. ടെസ്റ്റിംഗ് ടീമിന് എത്രമാത്രം ടെക്നിക്കൽ നോളജ് ഉണ്ട്.
conflicts within the team. ടീമിൻ്റെ അകത്ത് ഉണ്ടാവുന്ന conflicts. Teams being distributed over a large geographical area. Usage of poor quality testing tools. With impact, we mean the consequence of risk in case it happens. It is important to know that the impact because it is necessary to know how a business can get affected. What will be the loss to the customer? കസ്റ്റമറിന് എന്തുമാത്രം നഷ്ടം സംഭവിക്കാം? How would be the business suffer? ബിസിനസ് എങ്ങനെ സഫർ ചെയ്യുന്നുണ്ട്? Loss of reputation or harm to society. അതിൻ്റെ അഭിമാനം നഷ്ടപ്പെടുന്നുണ്ട്, പിന്നെ സൊസൈറ്റിക്ക് ഹാം വരുന്നുണ്ടോ ഇല്ലയോ? മോണിറ്ററി ലോസസ് പറഞ്ഞാൽ മണി വേസ്റ്റ് ആവുന്നുണ്ടോ? ലീഗൽ ആക്ഷൻസ് അഗെയിൻസ്റ്റ് ദ കമ്പനീൻ്റെ അഗെയിൻസ്റ്റ് എന്തെങ്കിലും ലീഗൽ ആക്ഷൻ പെൻഡിങ് ഉണ്ടോ? ക്യാൻസലേഷൻ ഓഫ് ബിസിനസ് ലൈസൻസ്, അപ്പം ബിസിനസ് ലൈസൻസിൻ്റെ ക്യാൻസലേഷൻ. Level of risk identified with the help of qualitative risk analysis. Here you can define risk as high, low and medium. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസ്ക് അനാലിസിസിൽ നമുക്ക് 3 ടൈപ്പ് റിസ്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഹൈ, ഒന്ന് ലോ, വേറൊന്ന് മീഡിയം. പിന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. എന്താ വിചാരിച്ചാൽ അതൊരു ക്ലിയർ പിക്ചർ തരുന്നില്ല. പിന്നെയുള്ളത് സോഫ്റ്റ്വെയർ റിസ്ക് പ്ലാനിംഗ് ആണ്. സോഫ്റ്റ്വെയർ റിസ്ക് പ്ലാനിംഗ് ഈസ് ഓൾ അബൌട്ട് defining preventive measure that would lower down likelihood or probability of various risk. അതായത് preventive measures that would lower down the likelihood or probability of various risk. Define measures that would reduce the impact in case a risk happens. അപ്പോൾ ചില മെഷേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക ഇൻ കേസ് ടു റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഇൻ കേസ് ദ റിസ്ക് ഹാപ്പൻസ്. ആ റിസ്ക് ഹാപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മെഷേഴ്സ് എടുക്കുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ് ഓഫ് പ്രോസസ്സസ് ടു ഐഡൻറ്റിഫൈ റിസ്ക് ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പോൾ റിസ്കിനെ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ് ഓഫ് പ്രോസസ്സസ് ടു ഐഡൻറ്റിഫൈ റിസ്ക് ആസ് ഏർലി ആസ് പോസിബിൾ. ഇതാണ് സോഫ്റ്റ്വെയർ റിസ്ക് പ്ലാനിങ്. ഇനീഷ്യൽ സിസ്റ്റം റിസ്ക്, അക്സെപ്റ്റബിൾ, വേവ്ഡ്, അസ്യൂംഡ്, അൺഡിസ്കവേർഡ്. അൺഅക്സെപ്റ്റബിൾ ആണെങ്കിൽ റെഡ്യൂസ്ഡ്, എലിമിനേറ്റഡ്, അവോയ്ഡഡ്. ഇതെല്ലാം വരുന്നത് റെസിഡ്യൂവൽ സിസ്റ്റം റിസ്ക്. Software risk planning. Software risk monitoring is integrated into project activities and regular checks are conducted on top risk. Software risk monitoring comprises of tracking of risk plans for any major changes in actual plan, attribute, etc. Preparation of status report for the project management. Status report തയ്യാറാക്കുക for project management. Review risk and risk whose impact or likelihood have reached the lowest possible level should be closed. ഇപ്പോൾ ലോവസ്റ്റ് പോസിബിൾ ലെവലിൽ വന്ന് റിസ്ക് ക്ലോസ് ചെയ്യും. റെഗുലർലി സെർച്ച് ഫോർ ന്യൂ റിസ്ക്. പിന്നെ പുതിയ റിസ്കിന് റെഗുലർലി നമ്മൾ സെർച്ച് ചെയ്യും. താങ്ക് യു സ്റ്റുഡൻസ്. We will continue in the next class.